പൂജക്ക് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഇരിക്കാൻ സ്ഥലം വേണം, എന്നാലേ കഴിക്കുള്ളൂ. അവന് എന്തെങ്കിലും ചിക്കൻ ഫ്രൈയുടെ ഒരു പാത്രം മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഏത് സൈഡിലേക്കാണ് ചെയ്യാറ് നോർമലി? അങ്ങനെയല്ലേ? അപ്പൊ കൊള്ളാം, കളർ കൊണ്ട് അടിച്ച് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെയൊന്നും അല്ല കേട്ടോ, മിക്കവാറും ആൾക്കാർ പോകുന്ന സ്ഥലമൊക്കെ തന്നെ. പക്ഷേ അതെ, സർപ്രൈസ് ആണ്. അതിന് നമുക്കത് സ്പെഷ്യലാണ്. ഞങ്ങൾ ഒരുമിച്ചുള്ള ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഫുള്ള് കട്ട് ചെയ്ത് കളയാൻ പോകണം. 1 മണിക്കൂറത്തെ പരിശ്രമത്തിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് ഉറങ്ങിപ്പോയി, പൂജ ഉറങ്ങിപ്പോയി. ഇപ്പൊ പൂജയുടെ അവസ്ഥ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഷീ സ്പീക്സ് ഹിന്ദി വെരി വെൽ, യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഇൻ ഹിന്ദി. നാണം കെടുത്തരുത്, ഹിന്ദിയിൽ പറയണം കേട്ടോ. പൂജനെ സ്റ്റൈൽ ചെയ്ത് മിക്കി മൗസായി. ഈ സ്റ്റൈലുള്ള നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം അല്ലേ? എന്താ പറഞ്ഞ് ഓക്കെ. അതായത് 4 മണിക്കൂറത്തെ പരിപാടിയായിരുന്നു. ആൻഡ് ഫൈനലി നമ്മൾ റിവീൽ ചെയ്യാൻ പോവാണ്. പ്രസന്റിംഗ് ടീം പൂജ ബേട്ടി വിത്ത് കളർ. കാണിക്കാം. 3, 2, 1 ട്രാൻസിഷൻ. യോ ബ്രോ, ഹായ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്ന് പൂജയുടെ മുടി വെട്ടി ഇറക്കാൻ പോവാണ്, കളർ ചെയ്യാൻ അല്ലേ? വെട്ടാൻ, അതുപോലെ കളർ അടിക്കുന്നുണ്ട്. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. വാട്ട് ഈസ് ഹാപ്പനിങ് എവരിവൺ? ഐ ആം കാർത്തികൃഷ്ണൻ. വെൽക്കം ബാക്ക് ടു ദി ചാനൽ. സത്യം പറഞ്ഞാൽ ന്യൂ ഇയർ വ്ളോഗ് കഴിഞ്ഞിട്ട് നമുക്ക് സത്യം വേറെ വ്ളോഗ് ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല. സമയം കിട്ടാത്തതാന്ന് വെച്ചാൽ അറിയില്ല അല്ലേ നമുക്ക്. എന്നാ ഒരു പണിയില്ല, പക്ഷേ സമയമില്ല. അതാണ്. അപ്പോൾ ഓൾറെഡി എത്താന്ന് പറഞ്ഞ സമയത്ത് നിന്ന് ഒരുപാട് വൈകി. ആസ് യൂഷ്വൽ നമുക്ക് വേഗം നമ്മളുടെ പോർട്ടിലേക്ക് വിടാം. കം ഓൺ. അപ്പൊ നമ്മളിന്ന് പൂജനെ മേക്ക് ഓവർ ചെയ്ത് ഇറക്കാൻ പോകുന്നത് ഫാഷൻ ഫ്ലീക്ക് സലൂണിൽ നിന്നാണ്. നിങ്ങൾ ഓൾറെഡി പണ്ടത്തെ വ്ളോഗ് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ബസ് ഞാൻ മിക്കവാറോടെ പോകാറുള്ള സ്ഥലമാണ്. ഇപ്രാവശ്യം ഞാനൊന്നും ചെയ്യുന്നില്ല, കംപ്ലീറ്റ് പൂജയ്ക്കാണ്ടോ. ആൻഡ് ബൈ ദ വൈ, ഇങ്ങനെ റെഡി ആവുന്നത് വേറൊരു കാര്യത്തിനും കൂടി വേണ്ടിയിട്ടാണ്. അത് പറയാല്ലേ, നമ്മൾ ആക്ച്വലി ഒരുമിച്ച് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് വരുന്നുണ്ട് ഫെബ്രുവരി. ഇതിപ്പോ ഷൂട്ട് ചെയ്യുന്ന ജനുവരി പകുതിക്കാണ്. ഇവിടുന്ന് ഒരു 10-25 ദിവസം കൂടെ ഉണ്ടാവും അല്ലേ? 25 ദിവസം കഴിഞ്ഞൊരു ഫെബ്രുവരി സെക്കൻഡ് വീക്കിന്റെ തുടക്കത്തിൽ തന്നെ നമ്മളൊരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്നുണ്ട്. അതിലേക്കുള്ള ഒരു തയ്യാറെടുപ്പും സംഭവമാണ്. ഇനി കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വരുന്ന ബ്ലോഗിൽ നിങ്ങൾക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ്. സ്ഥലം ഇപ്പൊ നമ്മൾ പറയുന്നില്ല. ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ ആയിരിക്കില്ല മലയാളികൾ അധികം പോവാത്ത ഏതോ കിടിലൻ, അങ്ങനെയൊന്നും അല്ല കേട്ടോ. മിക്കവാറും ആൾക്കാർ പോകുന്ന സ്ഥലമൊക്കെ തന്നെ. പക്ഷേ അതെ, സർപ്രൈസ് ആണ്. കാര്യം നമുക്കത് സ്പെഷ്യലാണ്. ഞങ്ങൾ ഒരുമിച്ചുള്ള ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ. അപ്പൊ അതിലേക്കുള്ള തയ്യാറെടുപ്പുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. അവിടെ ചെന്നിട്ട് ബാക്കി. അങ്ങനെ ഫാഷൻ ഫ്ലീക്കിന്റെ പാർക്കിങ്ങിൽ വണ്ടിയിട്ട് നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. മാഡം ഹിയർ, ഇവിടെ ലിഫ്റ്റ് ഉണ്ട്, ഡോണ്ട് വറി. ഫാഷൻ ഫ്ലീക്ക് സലൂൺ ഫസ്റ്റ് ഫ്ലോർ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫാഷൻ ഫ്ലീക്ക് സലൂണിൽ എത്തിക്കുകയാണ്. കുഴപ്പമില്ല, വലിയ തിരക്കൊന്നുമില്ല. നമ്മൾ ഉച്ച സമയത്താണ് എത്തിയിട്ടുള്ളത്. വാട്ട് വി ആർ ഗോയിങ് ടു ഡു ടുഡേ? ഫുള്ള് കട്ട് ചെയ്ത് കളയാൻ പോകണം. ഇവിടം വരെ ഷോർട്ടാക്കാം, തോള് വരെ. മറ്റേ ചുമപ്പ് കളർ അടിച്ച് ഈ കസേരയുടെ കളർ അതാകുമ്പോൾ ശരിക്കും അറിയാൻ പറ്റും. കളർ അടിച്ചാൽ അറിയണമെന്നാണ്. വാട്ട് കളർ യു ആർ തിങ്കിങ്? ബ്രൗൺ അല്ലേ, ഗോൾഡ് അല്ലേ? ഓക്കെ ഗൈസ്, നമ്മൾ റൂമിലെത്തിയിരിക്കുകയാണ്. പൂജ് സെറ്റ് അല്ലേ? ഈ ചേട്ടനാണെന്ന് മുടിയും വെട്ടി കളർ ചെയ്യാൻ. ഹായ് ബ്രോ, യുവർ നെയിം? സമീർ. യു ആർ ഫ്രം ഡാർജിലിംഗ്. ഷീ സ്പീക്സ് ഹിന്ദി വെരി വെൽ. യെസ്, യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഇൻ ഹിന്ദി. നാണം കെടുത്തരുത്, ഹിന്ദിയിൽ പറയണം കേട്ടോ. അപ്പോൾ പുള്ളി ഹെയർ ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വെട്ടി കളഞ്ഞിട്ട് കളർ സെറ്റ് ആക്കി തരും. വെട്ടി കഴിഞ്ഞിട്ട് കളർ ചൂസ് ചെയ്ത് അപ്പോഴേ ചെയ്യുള്ളൂ അല്ലേ? ബൈ ഞാൻ പോസ്റ്റ് ആയിരിക്കും. എവിടം വരെ കുറയ്ക്കണം ലെങ്ത്? കൈസ്, അങ്ങനെ മുടി വെട്ടാൻ സംഭവങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഓക്കെ അല്ലേ? പുള്ളി ഇപ്പോൾ മറ്റേ ആൽബം അതേ വരുന്നുണ്ട്, ആൽബം ആയിട്ട് വരുന്നുണ്ട്. അത് നോക്കിയിട്ട് നൈസ് കളർ എടുക്കണേ. അങ്ങനെ നമുക്ക് കളറിന്റെ ആൽബം കൊണ്ടു തന്നിരിക്കുകയാണ്. ഇത് എന്തോരം കളേഴ്സ്! ഇത് ഈ സാധനം അടിച്ചാണ്ടല്ലോ കട്ടക്ക് തെറിച്ച്. നമ്മള് ടൂർ പോണ ലൊക്കേഷന് പക്കയായിരിക്കും അത്. Then which one you like? Tell me. ഇതില്ല, ഇത് രണ്ടും ഒരേ കളറല്ലേ? പിന്നെ വ്യത്യാസം ഉണ്ടല്ലേ? വെയിലത്തെന്ന് മാറ്റുമ്പോൾ വ്യത്യാസം ഉണ്ടോ? ഇതാ അത് കൊള്ളാം. അത് പക്ഷെ ഇത് അടിച്ച ഈ ബ്ലാക്കിന്റെ കൂടെ കാണോ? അടിച്ചു കഴിഞ്ഞാൽ കാണണ്ടേ? അപ്പൊ ഇതും ബ്ലാക്കും കൂടി ആയിരിക്കോ? ഓൾറെഡി ഏതാണ്ട് ആ കളർ പോലെയാണ് ഇരിക്കണം. ഓൾറെഡി ട്രൈ സംതിങ് ഡിഫറെന്റ്. ഇതെങ്ങനെ ഉണ്ടോ? അത് പിന്നെ ഒട്ടും അറിയില്ല, കുഴപ്പമില്ല. നമ്മളിതിലില്ല, കണ്ടാ മതി. നടക്കുവോ? ഇത് ഗോൾഡാണോ? അതായത് നാച്ചുറൽ ഹെയർ വരുമ്പോൾ കുറച്ചും കൂടി ഇതായിരിക്കും അല്ലേ? അപ്പൊ ഇത് ഈ കളർ വേണ്ട അല്ലേ? ഐ ലൈക്ക് ദിസ്. അല്ലെങ്കിൽ വെള്ളം അടിച്ചാലോ? ഉണ്ടല്ലേ? അങ്ങനെ വളരെ നീണ്ട ഒരു സെലക്ഷൻ പ്രോസസ്സിന് ശേഷം കളർ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഏതാണെന്ന് ഇപ്പൊ പറയുന്നില്ല. അടിച്ചു കഴിഞ്ഞിട്ട് അത് സസ്പെൻസ്, ഈ വ്ളോഗിന്റെ ലാസ്റ്റ് വരെ സസ്പെൻസ് ആയിട്ടിരുന്നോട്ടെ. അടിച്ചു കഴിയുമ്പോഴേ അതെന്താണ് എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുപോക്കില്ല കേട്ടാ. പിന്നെ നമ്മൾ പോണ ഫോറിൻ കൺട്രിയിലെ ഫോട്ടോസ് എല്ലാം ആ കളറിലായിരിക്കും. സെറ്റല്ലേ? അതെ, ചേട്ടൻ വന്നിട്ട് നേരെ ഇരുന്നോ? യെസ്. വാഷൊക്കെ കഴിഞ്ഞ് തലയിൽ ബണ്ണൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കടക്കുകയാണ് എന്തിലേക്ക്? ചിക് ചിക്, ലെറ്റ്സ് ഗോ.
പൂജനെ സ്റ്റൈൽ ചെയ്ത് മിക്കി മൗസായി. ഈ ഹെയർ സ്റ്റൈലുള്ളട്ടെ നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം അല്ലേ? ആ പുതിയ ഡ്രസ്സ് മേടിച്ചില്ലേ, അതിടുമ്പോ പൂജയുടെ കുറച്ച് മേക്ക് ഓവർ ഡ്രസ്സ് പുതിയതൊക്കെ വരാണ്ട് കേട്ടോ. സ്റ്റേറ്റ് ഉണ്ട് എല്ലാം കാണാനായിട്ട്. വെട്ടി തുടങ്ങാൻ പോണേ. അങ്ങനെ പൂജയുടെ ഹെയർ കട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ വെള്ള ഉടുപ്പും മുടിയും കൂടി കണ്ടു കഴിഞ്ഞാൽ ചില മൈക്കിൾ ജാക്സൺ പാട്ടുകളൊക്കെ ഓർമ്മ വരും. തിരി സ്റ്റൈൽ ഒന്നുകൂടി കണ്ടേ. സൂപ്പർ. ഇതിപ്പോ വലിയ കുഴപ്പമില്ലല്ലോ. ഈ പെൺപിള്ളേര് മുടി വെട്ടി കഴിഞ്ഞതാണ്, വെട്ടിയില്ലെന്ന് മനസ്സിലാവുമല്ലോ. പക്ഷെ നിങ്ങൾക്ക് തമ്മിൽ മനസ്സിലാവുന്ന തോന്നല്ലേ? ഒരു പെങ്കൊച്ചും വേറെ പെങ്കൊച്ചും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് വെട്ടിയതാ? ശരിയാ, നീളം കുറഞ്ഞുണ്ട്. എവിടെ ബാക്ക് നോക്കട്ടെ. കൊള്ളാട്ടാ, കൊള്ളാം. നൈസ്. ഏത് സൈഡിലേക്കാണ് ചെയ്യാറ് നോർമലി? അങ്ങനെയല്ലേ? അപ്പൊ കൊള്ളാം. കളറും കൂടി അടിച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ. അത് റെഫറൻസ് പുള്ളിനെ കാണിക്കാനാ? എസ്തർ അനിലിന്റെ വീഡിയോ ആണ് എടുത്ത് വെച്ചോണ്ടിരുന്നത്. അതായത് ഫാഷൻ പുള്ളിക്ക് തന്നെ വന്ന് പുള്ളിക്കാരി വെട്ടിയ ഈ കളറാണല്ലേ? ആ കളറാണോ അല്ലേ? ഈ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചോ. എന്ത് കളർ മിക്സ് ചെയ്യാൻ പോയതാന്ന് തോന്നുന്നു. കുഴപ്പമില്ല, വരുമ്പോ നമുക്ക് ഇത് കാണിച്ചു നോക്കാം. സാരമില്ല, റെഡിയാക്കാം. അങ്ങനെ പൂജക്കടിക്കാനുള്ള കളർ ഇവിടെ മിക്സ് ചെയ്തുകൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെടുത്ത് ഒറ്റ തേപ്പായിരിക്കും കേട്ടോ. ഒന്നും പറയില്ല. ഇനിയിപ്പോ നമ്മൾ വേറെ കളറൊന്നും നോക്കണ്ട, നേരെ ഇത് തന്നെ പോവാം. എന്തായാലും ഈ ട്രിപ്പിന് ഈ കളർ ഇരിക്കട്ടെ, നമുക്ക് അടുത്ത ട്രിപ്പിന് അടുത്ത കളറാക്കാം. ഓക്കെ സെറ്റ്. ഓക്കെ ഭയ്യ പ്ലീസ് ക്യാരി ഓൺ. പുറകിൽ എന്താ നടക്കണേന്ന് അറിയാം. ഫോയിൽ പേപ്പറിൽ ചുറ്റി സെറ്റാക്കി ഇങ്ങനെ സെറ്റാക്കണേ. നേരെ അടുപ്പിലേക്ക് വെക്കണം. ഹീറ്റ് ഡോണ്ട് വറി. അങ്ങനെ ഇതാണ് ഇപ്പൊ പൂജയുടെ ബാക്കിലത്തെ അവസ്ഥ. ഫുള്ള് ഫോയിൽ പേപ്പേഴ്സ് മാത്രം. ഹൗ ഡു യു ഫീൽ? ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും പുതിയ ഒരാളായിട്ടുണ്ടാവും കേട്ടോ. ഫ്രണ്ടിലൊക്കെ വീണ്ടും ബണ്ണൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിലേക്ക് നോക്കിയാൽ മറ്റേ ചില ഫാൻസി കടകളിലേക്കൊക്കെ നോക്കുന്നതാണ്. ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് സെറ്റാക്കി കേട്ടോ. ഇത്ര ഉള്ള ഇനി ഫ്രണ്ടിൽ ചെയ്യൂലേ? ഈ കെട്ടിച്ച് അങ്ങനെ കഴിച്ചിട്ട് ചെയ്യുമായിരിക്കും അല്ലേ? ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് പെങ്ങ കഴിയില്ല, ഇരുട്ടിയിട്ടേ കഴിയുള്ളൂ. നമുക്ക് നോക്കാം. എന്താ പറഞ്ഞ് അങ്ങനെ ഏകദേശം 1 മണിക്കൂറത്തെ പരിശ്രമത്തിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് ഉറങ്ങിപ്പോയി. പൂജ ഉറങ്ങിപ്പോയി. ഇപ്പൊ പൂജയുടെ അവസ്ഥ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കാണിച്ചിട്ട് ഇതെന്താണിത്? ഫോയിൽ പേപ്പറിന്റെ ഒരു കൂമ്പാരം 2 സൈഡിൽ. ഇപ്പഴത്തേക്ക് കയ്യില് ജ്യൂസൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയ പിള്ളേർക്ക് മിഠായി കൊടുക്കൂലേ, അതുപോലെ. ഇവിടെ അധികം ഇല്ലല്ലോ. ഇപ്പുറത്ത് എന്തായാലും നൈസാണ് കേട്ടോ. ഇത് എത്ര നേരം വെച്ചേക്കണം ഇങ്ങനെ? പുള്ളി ഒന്നും പറഞ്ഞില്ല. പുള്ളി തന്നെ ചെയ്ത് ഇതായി. പക്ഷെ നല്ല അടിപൊളിയായിട്ട് നല്ല ക്ഷമയോടെ ഒന്ന് ചെയ്ത് സെറ്റ് ആയത് കേട്ടോ. അപ്പൊ ഇനി 1 അരമണിക്കൂർ കഴിയുമ്പോ അഴിക്കായിരിക്കും. അപ്പൊ അറിയാം പൂജയുടെ നമ്മുടെ നേരത്തെ പറഞ്ഞ ട്രിപ്പ്, ഫോറിൻ ട്രിപ്പിൽ പൂജയുടെ ലുക്ക് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ഇന്ന് അറിയാൻ പോവുകയാണ്. ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് നമുക്ക് ഇത് അഴിക്കുമ്പോഴുള്ള സമയത്തേക്ക് പോവാം. കമോൺ. സസ്പെൻസ് പൊളിയാറായിട്ടില്ല. ജസ്റ്റ് വേറെ കാര്യം പറയാൻ വന്നാണ്. പൂജ അതുപോലെ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. അതിന്റെ ഇടയിൽ നമ്മളെ കാണാൻ ഒരു പണിയില്ലാണ്ട് അരുൺ അനു തോപ്പിൽ എത്തിയിരിക്കുകയാണ് പെസ് കളിക്കാൻ. അല്ലടാ, എന്താ ഗോളെല്ലാം അടിച്ച? 3 നീ തന്നെയല്ലേ അടിച്ചത്? 3 ഗോൾ അടിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഇനി സംഭവം എന്താണെന്ന് വെച്ചാൽ പൂജയുടെ ഓൾമോസ്റ്റ് അഴിക്കാറായി. 5 മിനിറ്റിൽ അഴിക്കും. അപ്പൊ അഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് എന്താണെന്നുള്ളത് നമുക്ക് കാണാം. ഇങ്ങനെ ഇരിക്കുന്ന വ്യക്തിയാണ്. പകുതി ഉറങ്ങി കഴിഞ്ഞു അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഇത് കംപ്ലീറ്റ് ലുക്ക് ഇൻ 3, 2, 1. അങ്ങനെ ഫൈനലി ഏകദേശം ഒരു ദിവസത്തെ പരിപാടിയായിരുന്നു. ഇവനും കൂടി വന്നുകൊണ്ട് എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റി. അതായത് നമ്മൾ ഒരു 3 മണിയാറാകുമ്പോൾ വന്നു. സമയത്ത് 7 മണി. അതായത് 4 മണിക്കൂറത്തെ പരിപാടിയായിരുന്നു. ആൻഡ് ഫൈനലി നമ്മൾ റിവീൽ ചെയ്യാൻ പോവാണ്. പ്രസന്റിംഗ് ടീം വിത്ത് കളർ. കാണിക്കാം. 3, 2, 1 ട്രാൻസിഷൻ. അപ്പോൾ ഇതാണ് കളർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എടുത്ത് കാണില്ല. ലൈറ്റ് അടിക്കുന്ന സമയത്ത് മാത്രം കാണുന്നത്. ഇപ്പൊ പേടിയൊക്കെ മാറിയില്ലേ? പൂജ അത്യാവശ്യം അല്ലേ? നല്ല കളറല്ലേ? സൂപ്പർ കളറാണ്. പൂജക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അത് അടിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ള. പക്ഷെ ഇപ്പൊ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇപ്പൊ രാത്രി ഇതുണ്ടോ? സമയം കണ്ടില്ലേ? രാത്രിയായി. നാളെ നേരം വെളുത്ത് പുറത്തിറങ്ങുമ്പോൾ ഇത് ഭയങ്കര സൂപ്പർ ആയിരിക്കും. വെയിലടിക്കുമ്പോഴേ അടിപൊളിയായിരിക്കും. താങ്ക് യു ഭയ്യ. താങ്ക് യു. ഓക്കെ
നാളെ നേരം വെളുത്തുമ്പോഴൊന്ന് കാണേണ്ടത്. നേരം വെളുക്കുമ്പോ ഇതിന്റെ എഫക്ട് ഞങ്ങളുടെ അവിടെ കട്ടി കർട്ടനാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്തായാലും സംഭവം കൊള്ളാല്ലേ. അവിടെ നിന്ന് ഇവിടെ വരെ ഒരു റാമ്പോ അങ്ങടത്തി വാച്ചല്. ആ അങ്ങനെ ഫൈനലി ഏകദേശം ഫാഷൻ ഫ്ലിക്കിൽ പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. സന്തോഷമായില്ലേ? നല്ല ലുക്ക് ഉണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ നാളെ പുറത്തിറങ്ങുമ്പോഴത്തേക്കും അടിപൊളിയായിരിക്കും അല്ലേ? ആൻഡ് ബൈ ദ ബൈ നമ്മളെ കാണാനായിട്ട് നന്ദു വന്നിട്ടുണ്ടായിരുന്നു. അവസാനം കുറെ ആളെ കണ്ടിട്ട്. അതെ, മുമ്പാണ് കണ്ടത്. 2024 ഇപ്പോഴാണ് കണ്ടത്. പിന്നെ ഒരു സാഡ് ന്യൂസ് എന്താ വെച്ചാൽ എന്റെ മുടി ഞാൻ ഉടനെ വെട്ടണ്ടെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒന്ന് വളർത്തി നോക്കണം. പക്ഷെ ഭാര്യ സമ്മതിച്ചിട്ടില്ല ഇപ്പോഴും. ഒന്ന് കൺവിൻസ് ചെയ്തെടുക്കണം. വളർത്തി കഴിഞ്ഞ് ഇവിടെ വന്ന് എനിക്കൊന്ന് സ്റ്റൈൽ ചെയ്ത് തരും. വളരുമെന്ന് അറിയില്ല, കാര്യം മുടി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുടി എന്റെ മുടി ചെറുതായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഉള്ള സമയത്ത് ഒന്ന് വളർത്തി നോക്കാന്നൊരു ആഗ്രഹം. ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് പറ്റിയില്ലെങ്കിലോ അല്ലേ? എന്തായാലും സംഭവം അടിപൊളി കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലേ? അതിന്റെ കളറൊക്കെ അടിച്ചപ്പോൾ ചെറിയ ടെൻഷൻ ആയിരുന്നു എന്താവുന്നു. പക്ഷെ ചെയ്തു വന്നപ്പോ സൂപ്പറായി. എന്തായാലും താങ്ക് യു നന്ദു. അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ. ഓക്കെ, എൻജോയ്. ഗൈസ്, അങ്ങനെ നമ്മൾ ഫാഷൻ ഫ്ലീക്കിൽ നിന്ന് ഇറങ്ങി നേരെ പനമ്പള്ളി നഗറിൽ വന്നിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ. ആൻഡ് സ്ഥലം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. എവിടെയാണ്? പനമ്പള്ളി നഗർ തട്ടുകട. കഴിക്കൂല്ലേ? പൂജക്ക് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഇരിക്കാൻ സ്ഥലം വേണം, എന്നാലേ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ കഴിക്കില്ല. നിനക്ക് ഇരിക്കാൻ സ്ഥലം വേണോ? അവന് എന്തെങ്കിലും ചിക്കൻ ഫ്രൈയുടെ ഒരു പാത്രം മാത്രം മതി, വേറെ ഒന്നും വേണ്ട അവന്. ആ കാണാണ് തട്ടുകട. ഞങ്ങൾ രണ്ടുപേരും ജിമ്മിൽ പോണ ആൾക്കാർക്ക് എന്താ കഴിച്ചൂടെ? ഡയറ്റ് നമ്മളിപ്പോ ഷുഗർ മാത്രം നിർത്തിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ പയ്യെ നിർത്തി വരുന്നേ ഉള്ളൂ. നീ എല്ലാം നിർത്തിയാ? എണ്ണ നിർത്തിയാ? എടാ എന്നാ സമയങ്ങളുണ്ട തട്ടുകടയിലേക്ക് പോവാം. അങ്ങനെ തട്ടുകടയിൽ നിന്ന് നമ്മൾ അടിപൊളി ചിക്കൻ ഫ്രൈ, അപ്പം, ചാറ് മേടിച്ചിരിക്കുകയാണ്. ഞാൻ കഴിച്ചു തുടങ്ങി. അരുൺ ഭയങ്കര സ്ട്രിക്റ്റഡ് ആയിട്ടാണ്. ബീഫ് കറി അപ്പം. നീ ചോറ് കഴിച്ചിട്ട് എത്ര നാളെന്ന് പറഞ്ഞാൽ? 2 ആഴ്ചയായിട്ട് ചോറ് കഴിച്ചിട്ടില്ല. സമ്മതിക്കണം. അതെ അതെ, ഒന്ന് കഴിക്കണം. നല്ല വിശന്ന് വളഞ്ഞായിരുന്ന ചിക്കൻ ഫ്രൈ അടിപൊളിയല്ലേ? ആ കാണാണ് ഉപ്പുമുളകും തട്ടടയാണ്. അടിപൊളിയാണ്. ഞാൻ മിക്കവാറും വന്ന് കഴിക്കാറുള്ള സ്ഥലമാണ്. നീ ഇവിടെ വന്നിട്ട് കുറേ ആണല്ലേ? ഇല്ല, ഇപ്പോഴാണൊന്നും. ഓക്കെ, അപ്പോൾ കഴിച്ചിട്ട് വരാം. എൻജോയ്. അങ്ങനെ നമ്മൾ തട്ടുകടയിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വെള്ളം കുടിക്കാൻ വന്നിരിക്കണം. വെള്ളം എന്ന് പറയുമ്പോൾ എന്താണ് സാധനം? നെല്ലിക്ക കാന്താരി സോഡ, അതുപോലെ പൂജയ്ക്ക് സോഡ സർവത്ത്. ഞങ്ങൾക്ക് മധുരം ഇല്ലാത്ത നെല്ലിക്ക കാന്താരി ഉപ്പല്ലേ? മധുരം ഇല്ലല്ലോ. ആ, കത്തണ സാധനമാണെന്നാണ് ചേട്ടൻ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഗ്ലാസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഭീകര. ഒരെണ്ണം മേടിച്ചാൽ 2 പേർ കുടിക്കാം. ഒരെണ്ണം ഫുള്ള് സോഡ സോഡ. ഞങ്ങൾ 2 പേരും മധുരം കുടിക്കില്ല കേട്ടോ. ഫുള്ള് കുടിക്കണേ കേട്ടാ. ഓൾ ദ ബെസ്റ്റ്. സോഡ സർവത്ത് കുടിച്ചാൽ ഞാൻ മധുരം തൊടില്ല. നോക്കിയ ഗ്ലാസിന്റെ സൈസ് നോക്കിയാ അടി. ഞാൻ ഇത്രയും സൈസുള്ള ഗ്ലാസ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമുക്ക് മറ്റേ വലിയ ബിയർ ഗ്ലാസ് ഒക്കെ പോലത്തെ. അങ്ങനെ നെല്ലിക്ക കാന്താരി കിട്ടി. ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അവന്റെ മുഖത്തിന്റെ അത്ര ഉണ്ട് ഗ്ലാസ്. എങ്ങനെയുണ്ട്? കത്തണണ്ടാ? ഉപ്പല്ലേ? മധുരമില്ലല്ലോ. ഓക്കെ. അതെ, പൂജയുടെ സാധനം വന്ന്. എൻ്റെ അമ്മേ 2 കൊണ്ട് പിടിക്കണം. കുടിച്ചോ? എങ്ങനെയുണ്ട്? ആ, കുറേ ഉണ്ട്. കസ്കസൊക്കെ ഉണ്ട്. ഇത് ഇത്ര വലിയ ഗ്ലാസ് തന്നെ നമുക്ക് അവിടെ ഫുഡ് കഴിക്കണ്ടായിരുന്നു. ഇത് കുടിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. കൊള്ളാമോ? എടാ മധുരം കുറവാ? നീ ഇപ്പൊന്നും മിണ്ടല്ലോ. എന്ത് പറ്റിയടാ? കത്തണ്ട, ഞാൻ കുടിക്കാം. നെല്ലിക്ക കാന്താരി സൂപ്പർ സാധനം, അടിപൊളി സാധനം. കാര്യമായിട്ട് പറയാം. കറക്റ്റ് ഇവിടെ ഒരു എരിവ് കിട്ടണല്ലേ? അതാണ് എനിക്ക് അവിടെ തന്നെ കിട്ടിയത്. അത് കുറച്ച് കഴിയുമ്പോൾ താഴേക്ക് പോകും. വളരെ ഉന്മേഷദായകമായ സാധനം. ഞാൻ കുടിക്കുന്നില്ല, ഇവന് കൊടുക്കുകയാണ് ബാക്കി. ഓക്കെ, സാധനം ഫൈനലി പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മൾ തിരിച്ചു പോകണത് അരുണം പോകാൻ പോകണ്ട. എവിടെ ആണോ? വിഷമം പോലെ ഒന്നുമില്ല. വയറക്കറിഞ്ഞില്ല കഴിച്ചിട്ട്? ഇല്ല, ഞാൻ കുറച്ച് കഴിച്ചുള്ളൂ. ഞാൻ നിങ്ങളെ പോലെ ഒരുപാട് കഴിച്ചില്ല. അപ്പൊ ഓക്കെ, പോയിട്ടോ. ഇനി ഇവന് ഇവിടെ വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. അടുത്ത പരിപാടിക്ക് കാണാം. കേട്ടോ. ഓക്കെ, സാധനം അതോടുകൂടി നമ്മുടെ വ്ളോഗ് അവസാനിക്കാൻ ഇച്ചിരി വയ്യാണ്ടായി. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായി. പണ്ട് ഞാൻ കളർ അടിക്കാൻ വന്നിട്ട് കുറച്ച് സമയം എടുത്തിട്ടുള്ളൂ. പക്ഷേ ലോങ് ഹെയറിന് കളർ അടിക്കാൻ വന്നാൽ ഒരുപാട് സമയം എടുക്കും. അത് നല്ല അല്ലേ? അടിപൊളിയായിട്ട് ചെയ്ത്. ഇവര് അറ്റൻഷൻ ടു ഡീറ്റെയിൽ. ഫാഷൻ ഫ്ലീക്കിന്റെ കോൺടാക്ട് ഇൻഫർമേഷൻ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഞാൻ ഒരുപാട് തവണ, അതായത് കഴിഞ്ഞ ഏകദേശം 1 വർഷത്തിന് മീതായിട്ട് ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. 2022 തുടങ്ങി അവിടെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് വരാം, ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫുഡ് കഴിച്ചോടെ കിട്ടണല്ലേ പറയാം. എന്ത് ചെയ്യണം? എക്സാക്ട്ലി. പിന്നെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്തോളാം. ആൻഡ് സ്റ്റേ ട്യൂൺ. നമ്മൾ ഇന്റർനാഷണൽ ട്രിപ്പിന്റെ അപ്ഡേറ്റ്സ് ഇനിയുള്ള വ്ളോഗ്സിൽ വരുന്നതായിരിക്കും. മറ്റു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നമ്മൾ മിസ്റ്റർ വ്ളോഗ്സ്. ഐ വിൽ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. Until then, you take care.